മലപ്പുറം പൊന്നാനി നിർദ്ദിഷ്ട കപ്പൽ നിർമ്മാണ പദ്ധതിയെ ചൊല്ലി വിവാദമുയരുകയാണ്. പദ്ധതിക്കെതിരെ പൊന്നാനി എംഎൽഎ കെ.പി. നൌഷാദ് അലിയും പദ്ധതി വിശദീകരിച്ചും എംഎൽഎയെ വിമർശിച്ചും CPM ജില്ലാ നേതൃത്വവും രംഗത്ത് വന്നത്. പൊന്നാനി കേന്ദ്രീകരിച്ച് ഒരു കപ്പൽ നിർമ്മാണശാല എന്നത് കഴിഞ്ഞ സർക്കാരിന്റെ കാലം മുതലുള്ള ശ്രമമാണ്. 2026 മെയ് 18 ഇതുമായി ബന്ധപ്പെട്ട മാരിടൈം ബോർഡും ട്രാവൻകൂർ പ്രിസിഷൻ കമ്പോണൻസ് ഹൈദരാബാദ് എന്ന കമ്പനിയുമായി ഒരു എഗ്രിമെന്റ് ഒപ്പുവെക്കുകയും തുടർ നടപടികൾക്ക് മുന്നോട്ട് പോകാനുള്ള ആലോചന എടുക്കുകയും ചെയ്തു. എന്നാൽ ഈ നീക്കത്തെ എതിർത്തുകൊണ്ട് പൊന്നാനി MLA കെ.പി. നൌഷാദ് അലി രംഗത്തെത്തി. ഇതിനെതിരെ നൌഷാദ് അലിയുടെ നിലപാടിനെതിരെ CPM ജില്ലാ കമ്മിറ്റിയാണ്, ജില്ലാ സെക്രട്ടറിയാണ് ആദ്യം രംഗത്തെത്തിയത്. അദ്ദേഹം CPM ജില്ലാ സെക്രട്ടറിയുടെ പ്രധാനപ്പെട്ട ആരോപണം പൊന്നാനിയുടെ വികസനത്തിന് MLAക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. തനിക്ക് വ്യക്തിപരമായ നേട്ടമില്ലാത്ത ഒന്നിനും MLA തയ്യാറാകുന്നില്ല എന്നുള്ള ഗുരുതരമായ ആരോപണമൊക്കെയാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഈ ഒരു പദ്ധതി അത് വലിയ ഒരു പ്രൊജക്റ്റായിട്ടാണ് കൊണ്ടുവരുന്നത്. 2500 പേർക്ക് തൊഴിൽ കിട്ടും, കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാകും. ആ ഒരു മേഖലയുടെ വികസനത്തിനും കുതിപ്പിനുമൊക്കെ അത് വലിയ സഹായകമാകും. സർക്കാരുമായി ഒരു സ്വകാര്യ കമ്പനി PPP മോഡലിലാണ് ഈ ഒരു പദ്ധതി വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു മേഖലയ്ക്ക് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്നൊക്കെയാണ് ഇടതുപക്ഷം അവകാശപ്പെടുന്നത്. അതിന് എതിരെ സംസാരിച്ച കെ.പി. നൌഷാദ് അലിക്കെതിരെ വലിയ വിമർശനവും CPM ജില്ലാ സെക്രട്ടറി ഉന്നയിച്ചു. ഈ പദ്ധതിയെ തീർത്തും ഒഴിവാക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു പദ്ധതിയെ ഇല്ല എന്നുള്ള രൂപത്തിൽ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ പരസ്യപ്പെടുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സംഭവത്തിൽ കുറെ കൂടി കടന്ന വിമർശനമാണ് കെ.പി. നൌഷാദ് അലി പിന്നീട് ഉന്നയിച്ചത്. അദ്ദേഹം പറയുന്നത് എന്താണ് ജില്ലാ കമ്മിറ്റിക്ക് ഇതിൽ ഇത്ര താല്പര്യം എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരു പദ്ധതിയിൽ കുറേ ദുരൂഹതകളാണ് നിലനിൽക്കുന്നത്. ആ 29 ഏക്കറിലധികം ഭൂമി ഇത്രയും ഒരു പദ്ധതിക്ക് വേണ്ടി നൽകേണ്ട ആവശ്യമില്ല. അതൊരു കപ്പൽ നിർമ്മാണശാലയല്ല, ഒരു വെസൽ നിർമ്മാണശാല മാത്രമാണ്. ഒരു ചെറിയ ബോട്ടുകളും മറ്റും നിർമ്മിക്കുന്ന ഒരു കമ്പനി മാത്രമാണ്. അതിന് ഇത്രയും അധികം ഭൂമി നൽകേണ്ട ആവശ്യമില്ല. മാത്രമല്ല പദ്ധതിയിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്, ചില സംശയങ്ങൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ പ്രധാനമായി അദ്ദേഹം എടുത്തു പറയുന്നത് ഈ ഒരു പുതിയ സർക്കാർ അധികാരമേൽക്കുന്ന അന്നാണ് ഈ മാരിടൈം ബോർഡ് പുനഃസംഘടിപ്പിച്ചതെന്ന് തന്നെ ദുരൂഹത ഉണർത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സർക്കാരിന് 2 ചിന്തകളുണ്ടെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. മാത്രമല്ല ഇടതുപക്ഷത്തിന് എന്തിനാണ് ഇതിൽ ഇത്ര താല്പര്യമെന്നും അവർക്കെന്തെങ്കിലും നേടാനുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മറച്ചു വെക്കാനുണ്ടോ എന്ന ചോദ്യവുമാണ് കെ.പി. നൌഷാദ് അലി ഉന്നയിക്കുന്നത്. വിവിധങ്ങളായ തലത്തിലുള്ള ഒരു തുറമുഖ വികസനം നടക്കേണ്ട ഒരു ഇടമാണത്. ആ മുഴുവൻ വികസനവും നടക്കേണ്ട കണ്ണായ ഭൂമി ഇത്തരത്തിലൊരു വെസൽ നിർമ്മാണ സ്വകാര്യ കമ്പനിക്ക് തീരെഴുതാൻ വേണ്ടി കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ തീരുമാനിച്ചതാണ്. ഈ സർക്കാരിൻ്റെ കാലത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചില ശ്രമങ്ങൾ അവർ നടത്തി. അതൊരു സ്വകാര്യ ടീം വെസൽ നിർമ്മാണവുമായിട്ട് മുന്നോട്ട് വരുന്നതിലും എതിരല്ല. പക്ഷെ അങ്ങനെ വരുന്നവർക്ക് നാളുകളിൽ സമ്പൂർണ്ണ വികസനത്തിന് ഉതകേണ്ട മുഴുവൻ ഭൂമിയും വിട്ടുകൊടുത്തുകൊണ്ട് അത് ചെയ്യുമ്പോൾ ആ പൊന്നാനി എന്ന് പറയുന്ന ചരിത്രപരമായ ആയിരക്കണക്കിന് വർഷങ്ങളുടെ അല്ലെങ്കിൽ 1000-ലധികം വർഷങ്ങളുടെ മാരിടൈം ഹിസ്റ്ററിയുള്ള ഒരു പ്രദേശത്തിൻ്റെ എല്ലാ വികസനവും അടഞ്ഞു പോകുന്നതിനെയാണ്. എന്നാണെങ്കിലും ഈ ഒരു പദ്ധതിയെക്കുറിച്ച് സർക്കാരിന് വലിയ താല്പര്യമില്ല എന്ന കാര്യം വ്യക്തമായ സ്ഥിതിക്ക് ഈ എന്താകും പൊന്നാനിയിൽ ഉണ്ടാകുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. മുൻപ് പൊന്നാനിയിലൊരു തുറമുഖം ഇത് സ്വകാര്യ പങ്കാളിത്തത്തോടെ ഒരു തുറമുഖത്തിനുള്ള പദ്ധതി കൊണ്ടുവന്നിരുന്നു. പക്ഷേ പല കാരണങ്ങളാൽ അത് പിന്നീട് നടക്കാൻ സാധിക്കാതെ പോവുകയായിരുന്നു. വീണ്ടും ഒരു തുറമുഖത്തിൻ്റെ സാധ്യത പൊന്നാനി നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു വെസൽ നിർമ്മാണശാല വരികയാണെങ്കിൽ ആ ഭൂമി മുഴുവൻ അതിന് കൊടുക്കുകയാണെങ്കിൽ ഈ പോർട്ട് എന്ന സങ്കല്പത്തിൽ നിന്ന് ഒരുപക്ഷെ പിന്നോട്ട് പോകേണ്ടി വരും. അങ്ങനെ വലിയ എന്തെങ്കിലും പദ്ധതികൾ പൊന്നാനിയിൽ വരാനുള്ളത് കൊണ്ടാണോ MLA ഇതിനെ എതിർക്കുന്നതെന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്നാണെങ്കിലും പൊന്നാനിയുടെ വികസനത്തിന് അവിടുത്തെ സാധ്യത ഉപയോഗപ്പെടുത്തണമെന്ന് പൊന്നാനി MLAക്ക് അഭിപ്രായമുണ്ടെങ്കിൽ പോലും CPM കൊണ്ടുവന്ന ഈ പദ്ധതിയെ എതിർക്കുന്നു എന്നുള്ളത് മറ്റെന്തെങ്കിലും വലിയ പദ്ധതികൾക്ക് വേണ്ടിയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.